ഹായ്, എൻ്റെ പേര് അയാൻ. ഉമ്മീനെ അയാനു എന്നാ വിളിക്കാറ്. ഇന്നലെ പറഞ്ഞതാ എൻ്റെ അടുത്ത് നേരത്തെ എഴുന്നേക്കണം, വീഡിയോ എടുക്കാനുള്ളതാണ്. പക്ഷെ നല്ല മഴയൊക്കെയല്ലേ, ഞാൻ ഉറങ്ങിപ്പോയി. എന്നെ കാണാത്തോണ്ട് ടുട്ടുമാമയും ഹാലത്താത്തയും മേളിലേക്ക് വന്നു. പിന്നെ അവരുടെ സ്നേഹപ്രകടനമായിരുന്നു. അവർക്ക് ഉമ്മ വയ്ക്കാൻ ഞാനല്ലേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് പോയി ഉമ്മമ്മനെ കാണാൻ. നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്, റോട്ടിലൊക്കെ വെള്ളമുണ്ട്. ഉമ്മമ്മനെ കണ്ട് കുറേ ഉമ്മയും കൊടുത്ത് കുറേ വർത്താനവും കളിയും കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. പിന്നെ ഞാൻ പാല് മാത്രമല്ലേ കുടിക്കാറുള്ളൂ, അതുകൊണ്ട് കുറച്ച് പാലൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഉമ്മ എന്നെ കുളിച്ച് കുട്ടപ്പനാക്കി. ഞാൻ കിടന്ന് കരഞ്ഞു നോക്കിയെങ്കിലും ആരും എന്നെ എടുത്തില്ല. പിന്നെ ഞാൻ കർട്ടൻ നോക്കി കളിക്കാൻ തുടങ്ങി. കുറച്ച് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനാകെ ടയർഡായി. പിന്നെ ഉമ്മ എന്നെ തൊട്ടി കിടത്തി ഉറക്കി. കുറച്ച് കഴിഞ്ഞ് ഹാലത്താത്ത വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഇരിക്കുന്നതിന് മുമ്പേ നിൽക്കാനുള്ള എൻ്റെ ഉദ്ദേശം ഉമ്മി സമ്മതിച്ചു തരില്ല. ഇടയ്ക്കെന്നെ പിടിച്ചിരുത്തും. ഞാൻ കുറച്ച് കരഞ്ഞെങ്കിലും ഉമ്മി എന്നെ വിടാൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. എൻ്റെ കരച്ചിൽ കണ്ട് തൊട്ടിക്കിടത്തെങ്കിലും ഞാനുണ്ടോ ഉറങ്ങുന്നു. ഈ ചിരിയും കൂടെ കണ്ടപ്പോൾ ഉമ്മിക്ക് മനസ്സിലായി ഞാൻ ഉറങ്ങൂലാന്ന്. പിന്നെ ഇതെങ്ങനെയുണ്ട്, ഇതൊക്കെ എൻ്റെ ഒരു സൂപ്പറല്ലേ. പിന്നെ കൊണ്ടുവന്ന് ഈ ഊഞ്ഞാലിൽ കിടത്തി. എന്നിട്ടും ഞാൻ അടങ്ങിയിരുന്നില്ല. ഞാൻ കരച്ചിൽ തുടങ്ങി. എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ടുട്ടുമാമ വന്നു എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. പൊക്കിയെടുത്തുകൊണ്ട് എങ്ങോട്ടാ? ഇവിടെ. ഇതാവുമ്പോൾ കുറേ കാറ്റും മഴയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, അതൊക്കെ കണ്ട് അങ്ങനെ കിടക്കാം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ പോയ പോലെ ഞാൻ വീണ്ടും അകത്തേക്ക്. ഉറക്കം വൈകുന്നേരത്തപ്പോൾ ഈ സംഭവം എൻ്റെ കയ്യിലുണ്ട്. ഇതുകൊണ്ട് ഉമ്മി ചായ കുടിക്കുന്നിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ പറ്റണില്ല. ഉമ്മി വെറ്റ് ടിഷ്യൂവൊക്കെ ആയിട്ട് വന്നു എന്നെ തുടച്ച് വീണ്ടും കുട്ടപ്പനാക്കാൻ. ഞാൻ തുടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മി സമ്മതിച്ചില്ല. ലാസ്റ്റ് എൻ്റെ നിർബന്ധത്തിന് വാങ്ങി കുറച്ച് നേരം ഉമ്മ എന്നെ നിർത്തി. കൊള്ളാല്ലേ. കുട്ടപ്പനായി ഞാൻ കയ്യും കാലൊക്കെ ഇട്ടൊക്കെ ഒരുപാട് കരഞ്ഞും ചിരിച്ചൊക്കെ കാട്ടി ഉമ്മീനെയും ഉമ്മമ്മേനെ. പക്ഷെ ആരും എന്നെ എടുത്തില്ല. എന്നെ കരച്ചിൽ കെട്ടിട്ടാന്ന് തോന്നുന്നു. ഈ അപ്പിത്താത്ത വന്നിട്ട് എന്നെ പിന്നെയും കുറേ നേരം കളിപ്പിച്ചു. ഇത് ഉമ്മിക്ക് വന്ന പാസല. ഞാൻ പൊട്ടിക്കാൻ നോക്കി, അതും എന്നെ കൊണ്ട് പറ്റില്ല. ശരിയൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയാലോ, അതും പറ്റില്ല. പിന്നെ ഞാനും ഉമ്മമ്മയും കൂടെ കുറച്ച് നേരം അവിടെ കിടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഐസമിക്കാതെ വന്നത് എന്നെ നടത്താൻ കൊണ്ടുപോകാൻ. നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ 6 പാക്ക് കണ്ടില്ലേ? ഉമ്മി കണ്ടില്ലാന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അത് കളഞ്ഞേനെ. പോണ വയ്ക്ക് ഹാലത്താത്തൻ്റെ ഒരു ചക്കര ഉമ്മ. ഹാലത്താത്തക്ക് എന്നെ കണ്ട ഉമ്മ വയ്ക്കാണ്ടിരിക്കാൻ പറ്റൂല. നടന്ന് ക്ഷീണിച്ച് വന്ന് ഞാൻ ഉമ്മീൻ്റെ ഇത്തിരി പാലും കൂടെ കുടിച്ചിട്ട് പിന്നെയും ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ടുട്ടുമ്മക്കൊരു ഉമ്മൻ തരാണ്ട് പറ്റൂല. ഉമ്മി പിന്നെയും എന്നെ എടുത്ത് തൊട്ടിയിലേക്ക് ഇട്ടു. ഞാൻ കുറച്ച് നേരം കൂടെ സുഖമായി ഉറങ്ങി എണീറ്റ് ഞാനും ഉമ്മയും കുറച്ച് നേരം വെബ് സീരീസൊക്കെ കണ്ടു. അങ്ങനെ ഇരുന്നു. പിന്നെ എന്നെ കുളിപ്പിക്കാൻ വേണ്ടി ഉമ്മി വെള്ളം വെക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ തന്നു. ഇതും കൊണ്ട് ഞാൻ തന്നെ തലക്കടിക്കേണ്ടെന്ന് വെച്ച് ഞാനത് അവിടെ തന്നെ വെച്ചു. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്കുള്ളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും. കുളിസീനല്ലേ, അതിവിടെ കാട്ടൂല. കുളി കഴിഞ്ഞ് ഉമ്മമ്മയായിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞു. അപ്പോഴാണ് ആറ്റിനെ വിളിച്ചത്. ആറ്റിനുമായിട്ട് ഒത്തിരി നേരം വർത്താനം പറഞ്ഞു. ആർക്കും ഒരു പരാതി വേണ്ട. പിന്നെ ഉറക്കം വന്നപ്പോൾ ഞാൻ ഉമ്മീനെ നോക്കി കരഞ്ഞു. ഉമ്മി എന്നെ പൊക്കിയെടുത്തു. ഞങ്ങളിതാ മേളിലോട്ട് പോവാം. മേളിലെത്തിയപ്പോഴേക്കും എനിക്ക് നല്ല സന്തോഷമായി. ഇനി ഉറങ്ങാലോ. ഉമ്മി വിചാരിച്ചു ഞാൻ ഇപ്പം തന്നെ ഉറങ്ങുമെന്ന് വിചാരിച്ച് ലൈറ്റൊക്കെ വേഗം ഓഫ് ചെയ്തു. പക്ഷേ എൻ്റെ ഉറക്കമൊക്കെ അതുകൂടെ പോയി. ഇടയ്ക്കിടയ്ക്ക് ഉമ്മി വന്ന് എന്നെ നോക്കും. പക്ഷേ എൻ്റെ ഈ മുഖം കാണുമ്പോൾ ഉമ്മിക്ക് എന്നെ ചീത്ത പറയാനും തോന്നില്ല. പിന്നെ എപ്പോഴും പാല് കുടിച്ചു ഞാനും ഉറങ്ങിപ്പോയി. അപ്പോൾ നിങ്ങളും ഉറങ്ങിയല്ലേ? ശരി എന്നാൽ പിന്നെ കാണാട്ടോ. ഗുഡ് നൈറ്റ്.